ഇന്നലെ നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതേ വീട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ഉദയംപേരൂർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടനാട് എന്ന കൃത്യമായ വാക്ക് കിട്ടാത്ത കാരണം. അപ്പോൾ ഒരു ലൈവ് കഴിയുമ്പോൾ ഒരു ചേട്ടൻ വന്ന് പറയുന്നുണ്ട്, ഇത് ഉദയംപേരൂരല്ല, ഉദയംപേരൂർ പഞ്ചായത്തിലെ കണ്ടനാടാണ്, നിങ്ങൾ കണ്ടനാടെന്ന് തന്നെ പറയണം. കാര്യം കണ്ടനാട് ഞങ്ങൾക്ക് ആകെ അഭിമാനിക്കാനുണ്ടായിരുന്ന ഒരു സ്വത്തായിരുന്നു, അത് ആ സ്വത്ത് അതും പോയി എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ടൊരു കാഴ്ച ഇന്നലെ കണ്ടായിരുന്നു അവിടെ. കണ്ടനാട്ടുകാരനായിരുന്നു, ആ നാടുമായിട്ട് വളരെ ഇഴുകി ജീവിച്ച മനുഷ്യനാണ്. അപ്പം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന നാട്ടുകാർ മാത്രമാവില്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഒരു നോക്ക് കാണാൻ അങ്ങോട്ടേക്ക് എത്തും. ഒരു നോക്ക് കാണാൻ അവർക്ക് എത്തിയാൽ മതിയാവും. ജിക്കെ ഹാഷ്മി, ലോകം മുഴുവൻ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ മലയാളിയെ സംബന്ധിച്ച് വലിയ ഒരു തീരാദുഃഖത്തിലും നഷ്ടബോധത്തിലുമാണ് നമ്മൾ 2026 വരവേൽക്കാൻ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദയംപേരൂരിലെ കണ്ടനാടുള്ള ശ്രീനിവാസന്റെ വസതിയിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീനിവാസന്റെ ചേതനയേറ്റ ശരീരം ഇപ്പോൾ ഈ വസതിയിലുണ്ട്. കുടുംബാംഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയാണ്. അന്ത്യയാത്രയ്ക്ക് തൊട്ട് മുൻപായി അവർക്കൊപ്പം ശ്രീനിവാസന്റെ നിശ്ചലമായ ശരീരം കിടക്കുന്നു. നമുക്കറിയാം, അഭ്രപാളികളിൽ വിസ്മയങ്ങൾ തീർക്കുമ്പോഴും മണ്ണിനോടും മനുഷ്യനോടും ഏറെ സൗഹൃദം സ്ഥാപിച്ചിരുന്ന, അവരുമായി ജൈവബന്ധം പുലർത്തിയിരുന്ന കലാകാരനാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ ആർഭാടങ്ങൾ ഒഴിഞ്ഞ, വെച്ചുകെട്ടുകളില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതമായിരുന്നു ശ്രീനിവാസൻ്റേത്. പല സന്ദർഭങ്ങളിലും ശ്രീനിവാസൻ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും പല പരാമർശങ്ങളും ഒക്കെ വിവാദമാകുമ്പോഴും സ്വന്തം നിലപാടും കാഴ്ചപ്പാടിലുമൊക്കെ വെള്ളം ചേർക്കാത്ത, മായം ചേർക്കാതെ മലയാളിക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും സംവദിക്കാനും തയ്യാറായ കലാകാരനാണ്. ഒരുപക്ഷെ കലാകാരന്മാരുടെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്ന് ഒരു അനന്യമായ ഒരു വ്യക്തിത്വം ശ്രീനിവാസന് കൈവന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സത്യസന്ധതയും നിലപാടുകളുമൊക്കെയാണ്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ശ്രീനിവാസൻ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മനുഷ്യരെ കൂടുതൽ രോഗികളാക്കി മാറ്റുന്ന ഒന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശമൊക്കെ വലിയ വിവാദമായിരുന്നു. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീനിവാസൻ മരണത്തെ അഭിമുഖീകരിച്ച ശേഷം തിരികെ വന്നയാളാണ്. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, മരണത്തെ തോൽപ്പിച്ച് ഞാൻ വന്നു, മരണത്തിൽ നിന്ന് ഞാൻ തിരികെ വന്നിരിക്കുകയാണ്. അപ്പോഴും നർമ്മം കലർന്ന ഭാഷയിൽ ശ്രീനിവാസൻ പറഞ്ഞത്, എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മൂത്ത മകനാണ്, വിനുവാണ്. അപ്പോൾ ഇനി എൻ്റെ ചെലവൊക്കെ, എൻ്റെ ജീവിത ചെലവൊക്കെ അവനാണ് വഹിക്കേണ്ടത്. കാരണം എന്നെ സംബന്ധിച്ച് എന്നെ ജനിപ്പിച്ചിരിക്കുന്ന, എന്നെ വീണ്ടും പുനർജനിപ്പിച്ചിരിക്കുന്ന ആളാണ് വിനു എന്നാണ്. അങ്ങനെ ഈ മരണം വലിയ സംഭവമൊന്നുമല്ല, അത് ഞാൻ ഏതാണ്ട് അതിനോടടുത്ത് ഞാൻ ചെന്ന് കണ്ടു, അതിൽ വലിയ കാര്യമൊന്നുമില്ല, പിന്നെ എല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ. അങ്ങനെ വളരെ നിസ്സാരമായ ഒന്നായിട്ടാണ് അദ്ദേഹം മരണത്തെക്കുറിച്ച് പോലും സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും സ്വന്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം കണ്ട ലോകവും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും, അദ്ദേഹം പരിചയപ്പെട്ട മനുഷ്യരിൽ നിന്നും, അവരുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്നുമൊക്കെയാണ് ശ്രീനിവാസന്റെ കഥയും തിരക്കഥയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. തിരക്കഥയായി ശ്രീനിവാസന്റെ ഒരു ശ്രീനി ടച്ചിലൂടെ തിരക്കഥയായി മാറുമ്പോൾ അതൊരു മൊട്ട് പുഷ്പമായി വിരിയുന്നത് പോലെയായിരുന്നു. അതിൻ്റെ പരിമളം നമുക്ക് മലയാള സിനിമയെ സംബന്ധിച്ച് അതൊരു വലിയ വസന്തമായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഓരോ ശ്രീനിവാസൻ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ മനുഷ്യൻ്റെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിജീവിതത്തിൽ അങ്ങേയറ്റം ഇഴയടുപ്പത്തോടു കൂടി ഉള്ളതാണ്. ശ്രീനിവാസനെ സംബന്ധിച്ച്, ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ച് നമ്മൾ തീരാ ദുഃഖം, തീരാ നഷ്ടം എന്നൊക്കെ ഒരു ഭംഗിവാക്കല്ലാതെ ശ്രീനിവാസൻ്റെ കാര്യത്തിൽ പറയേണ്ടി വരുന്നത്, ശ്രീനിവാസൻ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അദ്ദേഹം സൃഷ്ടിച്ച ആ പ്രപഞ്ചം, ആ സിനിമാ പ്രപഞ്ചം, ചലച്ചിത്ര പ്രപഞ്ചം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ സൃഷ്ടിച്ച പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നിത്യജീവിതവുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പല കഥാപാത്രങ്ങളെയും ഇതിവൃത്തങ്ങളും പ്രമേയങ്ങളും ഒക്കെ ശ്രീനിവാസൻ രൂപപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം കണ്ടറിഞ്ഞ ലോകത്തു നിന്നാണ്. സമൂഹത്തെ ആയാലും ലോകത്തെ ആയാലും ഏത് ചെറിയ സംഭവങ്ങളെപ്പോലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അത് ഒരു ആക്ഷേപഹാസ്യത്തോടു കൂടി, നർമ്മത്വവും കലർത്തിക്കൊണ്ട് ആളുകളിലേക്ക് അവതരിപ്പിക്കാനും, വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അത് അവതരിപ്പിക്കാനുമുള്ള ശ്രീനിവാസന്റെ കഴിവ് നൈസർഗികവും ജന്മസിദ്ധവുമാണെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമുക്ക് ഈ സമയത്ത് ഓർക്കാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോഴും നാട്ടുകാരായിട്ടുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരെല്ലാവരും തന്നെ അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽവാസികളായവർ, സുഹൃത്തുക്കളായ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ വ്യവഹരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തുകയാണ്. മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ വീടിന് പുറത്താണുള്ളത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സമയത്ത് അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പം മാത്രമാണ്. അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം, ഒരുപക്ഷെ ജനിച്ച നാട്ടിനോടൊപ്പം തന്നെ അതിനോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു നാടാണ് ശ്രീനിവാസനെ സംബന്ധിച്ച് കണ്ടനാട്. അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹം ഒരു പ്രകൃതിവാദിയായിരുന്നു, പരിസ്ഥിതിവാദിയായിരുന്നു,
നമുക്ക് പറയാം. പ്രത്യയശാസ്ത്രങ്ങളുടെ കാര്യത്തിൽ ശ്രീനിവാസന് അദ്ദേഹത്തിന് ഒരു ഉറച്ച നിലപാടുണ്ടായിരുന്നു. തന്നോടൊപ്പം ജീവിക്കുന്ന ഈ കാലത്തെ മനുഷ്യരുടെ ജീവിതാവസ്ഥകളെ പരിപോഷിപ്പിക്കാൻ കഴിയാത്ത, അതിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രത്തെയും നമുക്ക് പിന്താങ്ങാൻ കഴിയില്ല എന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ശ്രീനിവാസൻ സിനിമകളിൽ നിലവിലെ സാമ്പ്രദായികമായ രാഷ്ട്രീയ ധാരകളെ, രാഷ്ട്രീയ ശീലങ്ങളെയൊക്കെ പരിഹസിച്ച് എഴുതി തള്ളുമ്പോൾ അരാഷ്ട്രീയ സിനിമകളാണ് ശ്രീനിവാസൻ്റെത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അതിനെല്ലാം അപ്പുറത്ത് മനുഷ്യൻ്റെ സ്വാഭാവികമായ സാധാരണ ജീവിതത്തെ മാറ്റി തീർക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് മണ്ണിൽ വേരോടാൻ കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച ആളാണ് ശ്രീനിവാസൻ. അദ്ദേഹം കമ്മ്യൂണിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ശ്രീനിവാസൻ പറഞ്ഞത് മനുഷ്യൻ്റെ ദുഃഖങ്ങളെ മാറ്റാൻ കഴിയുന്ന, അവൻ്റെ ജീവിതാവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന ഒന്നാണ് കമ്മ്യൂണിസം. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ, എൻ്റെ ഉള്ളിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ഒന്നാണ്. ആ അർത്ഥത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത്. പരിസ്ഥിതിയുടെ കാര്യത്തിൽ സശ്രദ്ധം, അതായത് മണ്ണിനോടും പ്രകൃതിയോടുമൊക്കെ വളരെ അടുത്തു നിന്നുകൊണ്ട് അങ്ങനെ ഒരു ജീവിതമാണ് തനിക്ക് വേണ്ടത്, താൻ ആഗ്രഹിക്കുന്നതെന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. അശ്മി, ഞാൻ മുമ്പൊരിക്കൽ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലായിരുന്നപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ട്. അന്ന് സിനിമയ്ക്കപ്പുറമുള്ള സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു ശ്രീനിവാസൻ ആ അഭിമുഖത്തിൽ ഏറിയ പങ്കും സംസാരിച്ചത്. അദ്ദേഹം ഇവിടെ വരുന്ന വികസന പ്രവർത്തനങ്ങളെ, നമ്മുടെ പുതിയ രാഷ്ട്രീയ ചിന്തകളെ, ആശയങ്ങളെ, യുവത്വത്തിൻ്റെ പോക്ക്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടും നിരീക്ഷണവും അവതരിപ്പിക്കാനുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.